കാശ് വാങ്ങിച്ചേക്കുന്നത്. ഹലോ, ഗുഡ് ഈവനിങ് ചേട്ടാ. ഞാനിപ്പോഴാണ് ഫേസ്ബുക്കിൽ കൂടെ ചേട്ടൻ്റെ ഇതിങ്ങനെ അറിഞ്ഞത്. അല്ല, ഇങ്ങനെ UK ഞാനല്ലെങ്കിലും ഞാൻ നേരത്തെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. കാരണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു വർഷം അടുപ്പിച്ചാവാൻ പോകുന്നു. ഹസ്ബൻഡ് ക്രൊയേഷ്യ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ 10 ദിവസത്തിനകത്ത് വെച്ച് UK കൊണ്ടുപോകാം. അങ്ങനെ എന്തോ OnePlus അങ്ങനെ ഏതോ ഒരു കമ്പനിയുടെ പേരൊക്കെ പറഞ്ഞപ്പോൾ അവിടത്തേക്ക് വർക്ക് വാങ്ങിച്ചു തരാം, 10 ദിവസം കൊണ്ട് എന്തായാലും നടക്കും. അപ്പോൾ അവിടെ ക്രൊയേഷ്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച ആൾക്കാരെ നാട്ടിലെത്തിച്ചു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, രണ്ടുപേരും വന്നു നാട്ടിൽ. അങ്ങനെ 10 ദിവസം ഒന്നും വെയിറ്റ് ചെയ്തു. 1 മാസമായി, 2 മാസം. അപ്പോൾ 1 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞ് അപ്പോൾ നമ്മളെന്തോ B2 വിസയിലോട്ട് മാറ്റാം, അപ്പോൾ കുറച്ചും കൂടെ എമൗണ്ട് വേണമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ 2 ലക്ഷം അടുപ്പിച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് രണ്ടുപേരും ഒരുവിധം ഭയങ്കര കടത്തിൽ മുങ്ങി നിൽക്കുന്ന സമയമായിരുന്നു. പെട്ടെന്ന് പോകാമല്ലോ എന്നുള്ളൊരു ഇത് വെച്ചിട്ട്, അത് എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാവരും പറയും എഡ്യൂക്കേറ്റഡ് അല്ലേ, ഇത് കേട്ടുടനെ ഇങ്ങനെ ഇറങ്ങി വന്നു എന്നൊക്കെ. അത്രയും ആണ് നല്ല ആ ഒരു വീട്ടിൻ്റെ അവസ്ഥ കൊണ്ടിട്ട് കേട്ടുടനെ വിശ്വസിച്ച് നാട്ടിൽ വന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു. 3 മാസം വരെ നാട്ടിൽ ജോലിയില്ലാതെ നിന്നു. പിന്നെ അവസാനം പിന്നെയും പറ്റിക്കലാണെന്ന് മനസ്സിലായി. വീണ്ടും കാശ് ചോദിച്ചു. അപ്പോൾ ഞങ്ങളിനി വേണ്ട, തിരിച്ച് പൈസ വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ തന്നെയായിട്ട് ഒഴിഞ്ഞു പോയതാണ്, ഞാനായിട്ട് പറഞ്ഞതല്ല. അതുകൊണ്ട് ഇപ്പോഴൊന്നും പൈസ 6 മാസം കഴിഞ്ഞിട്ട് എനിക്ക് കമ്പനിയിൽ പറഞ്ഞ് തിരിച്ച് വാങ്ങിച്ച് തരാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷം അടുപ്പിച്ചായിട്ടും പിന്നെ ഇപ്പോൾ ആളുടെ നമ്പറും ഒന്നും അനക്കമൊന്നുമില്ല. അതുവരെ ഇടയ്ക്കൊക്കെ നമ്പറിൽ മെസ്സേജൊക്കെ അയക്കുമ്പോൾ റിപ്ലൈ തന്നുകൊണ്ടിരുന്നതാണ്, കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ആളുടെ ഒരു അനക്കവും ഇല്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചേട്ടനൊന്ന് അറിയിച്ചു എന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരാളുണ്ടോ, ഷാജഹാൻ എന്നാണ് ആളുടെ. അപ്പോൾ ആൾ ജെന്യുവനാണെന്ന് അറിയിക്കാൻ ആളുടെ പേരിലുള്ളൊരു ചെക്ക് ലീഫ് അയച്ചു തന്നായിരുന്നു. ആളുടെ ആധാർ കാർഡ്, പാസ്പോർട്ട്, ആധാർ കാർഡ്, പാൻ കാർഡ്, ഇതൊക്കെ ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് പിന്നെ ഹസ്ബൻഡൊക്കെ പിന്നെ അവിടെ നിന്ന ആൾക്കാരുടെയൊക്കെ ഹെൽപ്പോടുകൂടി തിരിച്ച് ക്രൊയേഷ്യയിൽ തന്നെ പോയി. എന്നിട്ടും ഇപ്പം ഞാൻ ഇങ്ങനെ പറയുക, ഇപ്പം ഇങ്ങനെ അയാളെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചേട്ടന് അറിയാൻ പറ്റുമോ? അപ്പം ഞാനിങ്ങനെ വേറൊരു ഫേസ്ബുക്കിൽ തന്നെ വേറൊരാളുടെ പോസ്റ്റിൽ കണ്ടതായിരുന്നു, ഇങ്ങനെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചു, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമോ എന്ന് കണ്ടുപിടിക്കാമെന്ന് വെച്ചപ്പോൾ ചേട്ടൻ്റെ പേരോടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ജെന്യുവനായിട്ടുള്ള കേസാണെന്നുണ്ടെങ്കിൽ ഈ ചേട്ടൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഡയറക്റ്റ് ഒന്ന് മെസ്സേജ് അയച്ച് നോക്കാമെന്ന് പറഞ്ഞ് അയച്ചെന്നേ ഉള്ളൂ. ചേട്ടാ, അപ്പം എനിക്ക് അയാൾ നേരിട്ട് കാണണമെന്നോ കാര്യങ്ങളൊന്നുമല്ല. ഞങ്ങളെപ്പോലെ പാവപ്പെട്ടവരായിട്ട് ഞങ്ങൾ 3-4 പേരെടുത്തു നിന്നായിട്ടാണ് കാശ് വാങ്ങിച്ചേക്കുന്നത്. ഞങ്ങളുടെ അടുത്ത് നിന്ന് 2 ലക്ഷം, വേറൊരു പയ്യൻ്റെ അടുത്ത് നിന്ന് 2 ലക്ഷം, ഒരാളുടെ അടുത്ത് നിന്ന് 1 ലക്ഷമാണെന്ന് തോന്നുന്നു. പിന്നെ ഓരോടത്തു നിന്ന് 2 ലക്ഷത്തിൽ പുറത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങനെ എമൗണ്ട് വാങ്ങിച്ചിട്ടാണ് എല്ലാവരെയും പറ്റിച്ചത്. ഞങ്ങളുടെ എന്തെങ്കിലും ഒരു പൈസ വന്നാൽ അത്രയും വലിയ സഹായമായേനെ. ഭയങ്കര ടൈറ്റിലുമാണ്. അത് പലിശക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തത്, ഇപ്പോഴും പലിശ കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ വീട്ടിൽ കടബാധ്യതയാണ്, അതിൻ്റെ ഈ ഒരു കടവും കൂടി. എന്തെങ്കിലും ഒന്ന് കിട്ടാൻ ചേട്ടനെ സഹായിക്കാൻ പറ്റുമെന്നൊന്നും അറിയാനായിട്ട് ഞാൻ ചേട്ടനിങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടതുകൊണ്ട് മെസ്സേജ് അയച്ചത്. ഇത് തന്നെ റെഡ് ബുൾ എന്ന് പറയുന്ന കമ്പനിയിലോട്ടാണ് ഇവരെ എടുക്കാമെന്ന് പറഞ്ഞത്. ഇത് തന്നെ എന്ത് ചെയ്യാനാന്ന് പറയാം, പഠിപ്പും വിവരമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആര് പറ്റിക്കാൻ വന്നാലും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അത് കടത്തിൽ മുങ്ങി നിൽക്കുന്ന അവസ്ഥ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിപ്പോയത്. എന്ത് ചെയ്യാനാ? എന്തായാലും താങ്ക് യു ചേട്ടാ.